വാർനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കാണാതായ ഐഷയുടെ അയൽവാസിയായ റോസമ്മ കേസിൽ പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന പള്ളിപ്പുറം ചൊങ്ങംതറ CM സെബാസ്റ്റ്യന്റെ സുഹൃത്തു കൂടിയാണ്. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് ഐഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തി കൊടുത്തത് റോസമ്മയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ ഐഷയുമായി വലിയ പരിചയമില്ലെന്ന തരത്തിലായിരുന്നു നേരത്തെ റോസമ്മ മൊഴി നൽകിയത്. റോസമ്മയുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനാണ് ചേർത്തല പോലീസിന്റെ തീരുമാനം. നേരത്തെ അന്വേഷണം അവസാനിപ്പിച്ച കേസിൽ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയോടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. ആലപ്പുഴ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്നാണ് സഹോദരൻ പ്രവീൺ പത്മനാഭൻ പറയുന്നത്. ബിന്ദുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ പലവട്ടം സെബാസ്റ്റ്യന്റെ വീട്ടിൽ പോയതായും ഇയാൾ പറഞ്ഞതിൽ സംശയം തോന്നിയതോടെയാണ് പരാതിയുമായി മുന്നോട്ട് പോയതെന്നും സഹോദരൻ വ്യക്തമാക്കി. ബിന്ദു പത്മനാഭനെ കാണാതായി എന്നും പറഞ്ഞ് വെറുതെ ഒരു പരാതിയല്ല ഞങ്ങൾ. അതിനകത്ത് ഞാനത് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സെബാസ്റ്റ്യനിലേക്ക് പോകുന്നത്? ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം സെബാസ്റ്റ്യനായിട്ട് വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞു. ഈ വസ്തു മറിച്ച് വിറ്റത് വേറെ ലേഡി വെച്ച് മറിച്ച് വിറ്റത് അറിഞ്ഞു. അതതിനകത്ത് നമ്മൾ പറയുന്നു. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. ഒരു പ്രാവശ്യം പോയി ചോദിക്കുക, നേരിട്ട് കണ്ട് അത് പുള്ളി അതിന് സമയം തരാൻ തന്നെ 4 മാസം എടുത്തു ഒന്ന് കാണാൻ സെബാസ്റ്റ്യൻ. അപ്പോൾ പല രീതിയിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ലേഡി വരുന്നു. എപ്പോൾ ഞാൻ ചെല്ലുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നു, പിന്നെയും വരുന്നൊരു ഡേറ്റ് വരുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഡോക്യുമെൻ്റ് എടുക്കാറുണ്ട്. ഡോക്യുമെൻ്റ് കൂടെ വച്ചിരിക്കും പോയിരിക്കുകയാണ്. ആ ലേഡിയുടെ ഫോൺ നമ്പർ അറിയില്ല, ആ ലേഡി എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പം അതായത് പറയുന്ന മുഴുവൻ കള്ളം. പിന്നെ അപ്പം അത് കഴിഞ്ഞാണ് ഞാൻ പോലീസ് ഇതിൽ കൊടുക്കുന്നത്. ഇതിനിടെ അതിരമ്പുഴ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ വെട്ടിമുകളിലെ പ്രതി സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞ ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് സെബാസ്റ്റ്യന്റെ കാറിൽ നിന്നും കത്തിയും ചുറ്റികയും ഡീസൽ കന്നാസും കണ്ടെത്തിയത്. പിടികൂടെ 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതെന്ന സ്ഥിരീകരണവും ലഭിച്ചിരുന്നു. തുടർ ചോദ്യം ചെയ്യലിനും പരിശോധനയ്ക്കുമായി കോടതി സെബാസ്റ്റ്യനെ 7 ദിവസത്തേക്ക് കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. എന്നാൽ പ്രതി പൂർണ്ണ രീതിയിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കാത്തതും കേസ് അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. സീ മലയാളം ന്യൂസ്, ആലപ്പുഴ, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.